പല മദേഴ്സും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എത്രത്തോളം കൂടുതൽ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് സ്നേഹവും കൺസിഡറേഷനും കെയറിങ്ങും ഒക്കെ കിട്ടുക. പക്ഷേ സത്യത്തിൽ ലൈഫിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, എല്ലാവരുടെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയി എല്ലാം മനസ്സിലാക്കി കണ്ടറിഞ്ഞ് എല്ലാം കൂടുതലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? മെല്ലെ മെല്ലെ ആൾക്കാർ നമ്മളെ മുതലെടുക്കാൻ തുടങ്ങും. കാരണം ഒരു മദറിന് റെസ്പെക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അത് എത്രത്തോളം നീ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടല്ല, നീ നിനക്ക് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. നിങ്ങളൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞ് ഇനീഷ്യൽ ഡേയ്സിൽ ആലോചിച്ചതല്ലേ, നല്ലൊരു പെർഫെക്റ്റ് വൈഫായിരിക്കണം, പെർഫെക്റ്റ് ഡോട്ടർ ഇൻ ലോ ആയിരിക്കണം, ഒരു പെർഫെക്റ്റ് മദർ ആയിരിക്കണം, എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടും. അതിനനുസരിച്ച് എത്രത്തോളം നിങ്ങൾ ചെയ്യണോ അത്രത്തോളം നിങ്ങൾ ഇൻവിസിബിളായിട്ട് മാറും. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കേസിൽ വൈഫിന് പെട്ടെന്ന് ഹസ്ബൻഡിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹസ്ബൻഡിന് റെസ്പെക്റ്റ് വൈഫിന് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും ലോകം അവളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ്. നിങ്ങൾ സെൽഫ് വാല്യൂ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ബൗണ്ടറീസ് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളെ തന്നെ നിങ്ങൾ വിലമതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റിലുള്ള ആൾക്കാർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസം വരും. അത് നിങ്ങൾ ആൾക്കാർക്ക് കൂടുതൽ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയോണ്ടല്ല, പക്ഷേ നിങ്ങൾ നിങ്ങളെ വില കുറച്ച് കാണുന്നത് നിർത്തിയതുകൊണ്ടാണ്. അതുകൊണ്ട് ലൈഫിൽ ശരിയായൊരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കൂടുതൽ ചെയ്യുന്നതുണ്ടല്ലോ അത് നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും ഹൗ ദ വേൾഡ് ഈസ് ട്രീറ്റിംഗ് യു എന്നുള്ളത്. ഒരു മദർ ഒരുപാട് എല്ലാവർക്കും സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാലാണോ ആൾക്കാർ അവളെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തത്തിന് വില കൊടുത്തു കഴിഞ്ഞാലാണോ റെസ്പെക്റ്റ് ചെയ്യുക? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലെറ്റ് മീ സീ ഇൻ ദ കമൻറ്റ്സ്.